പിള്ളേരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കേണ്ട അധ്യാപകർ തന്നെ ലഹരി കടത്ത് കേസിൽ ലഹരി സംഘങ്ങളിൽ നിന്ന് ലഹരി മാഫിയകളിൽ നിന്ന് പണം വസൂലാക്കിയ കേസിലൊക്കെ അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കാവ്യയും കീർത്തനയും നീഷ്മയുമൊക്കെ അതിൻ്റെ കണ്ണികളായി വരുമ്പോൾ അത് വലിയ നടുക്കമാണ് നാട്ടിലുണ്ടാക്കുന്നത്. മക്കളെ എങ്ങനെ വിശ്വസിച്ച് സ്കൂളിൽ അയക്കുമെന്ന പേടി മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ അവരുടെ ശൃംഖല അതൊക്കെ പൊളിഞ്ഞ് അടുങ്ങാൻ തുടങ്ങിയത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന പ്രതികളിൽ ഒരാൾ കീർത്തന അതിൻ്റെ സൂംബ ഡാൻസ്, അതായത് കുട്ടികളെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജ്ജരാക്കുന്നതിന്, അവരെ കായികമായി സജ്ജരാക്കുന്നതിന് തയ്യാറാക്കിയ സൂംബ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ആലോചിച്ച് നോക്കുക. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും, അണ്ടർഗ്രൗണ്ടിലൂടെ ലഹരി കച്ചവടവും ചെയ്യും. ഇനി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് 6 മാസത്തിനിടയിൽ വന്നു മറിഞ്ഞത് 10 ലക്ഷം രൂപയാണ്. ഈ ടീച്ചേഴ്സിൻ്റെ ഒരു ഇടനിലക്കാരൻ്റെ അക്കൗണ്ടിൽ മറിഞ്ഞത് കോടികൾ. അപ്പോൾ ചുമ്മാതല്ല ഇവരൊക്കെ ചാടിയിറങ്ങി പോകുന്നത്. ഇവരൊക്കെ താൽക്കാലിക ജീവനക്കാരായിരുന്നു BRCയിലെ. അധ്യാപികമാരെന്ന് പറയാൻ പറ്റുമെന്നേ ഉള്ളൂ, പക്ഷേ അവരൊക്കെ താൽക്കാലിക ജീവനക്കാരായിരുന്നു. അവരെ പിരിച്ചുവിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഇവർ വേഷപ്രച്ഛന്നരായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. അതേ അവസരം തന്നെ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു. അതും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളാണ്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു. ലഹരി ആവശ്യമുള്ള ആളുകൾ ഇവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചിരുന്നത്. 2000 രൂപ മുതൽ അതിന് മുകളിലോട്ടുള്ള തുകയാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ വന്നത്. ആവശ്യക്കാരന് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് ഇവരുടെ ഉത്തരവാദിത്വം. ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് സാധനം അവർക്ക് കൈപ്പറ്റാം. ഈ പണത്തിൽ ഒരു വിഹിതം ഈ അധ്യാപികമാർക്കാണ്. ആലോചിച്ച് നോക്കുക. എന്തുമാത്രം ഉത്തരവാദിത്വരാഹിത്യമാണ് ഇവർ കാണിച്ചത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ആകെ പ്രതിസന്ധി ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. എങ്ങനെ പിള്ളേരെ സ്കൂളിൽ വിടും? ഈ അടുത്ത് എൻ്റെ ഒരു ചങ്ങാതി പറഞ്ഞ സംഭവമാണ്. ഒരു സ്കൂൾ കുട്ടി ഒന്ന് മറിഞ്ഞു വീണപ്പോൾ ആ കുട്ടിയുടെ തലയിൽ വെക്കുന്ന നിലത്ത് വീണു. അപ്പോൾ സംശയം തോന്നിയ ആരോ ഒരാൾ അത് പരിശോധിച്ച് നോക്കി. ബോക്കകത്ത് MDMA ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ബോക്കകത്ത് ചെറിയ ഒരു സ്ഥലം വേക്കൻ്റായിട്ട് കിടക്കുമല്ലോ, ആ ഭാഗത്ത് MDMA ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ആ കുട്ടി അറിഞ്ഞിട്ടില്ല ഇത് ലഹരി വസ്തുവാണെന്നോ മാരക ലഹരിയാണെന്നോ ഒന്നും കുട്ടിക്കറിയില്ല. കുട്ടി വെച്ച ബോയ്ക്കുള്ളിൽ ലഹരി വസ്തുവുണ്ട്. ആരോ ഈ കുട്ടി അറിയാതെ ആർക്ക് കൊടുക്കാനാണ് ഈ ലഹരി വസ്തു കുട്ടിയുടെ തലയിൽ തന്നെ കയറ്റി വെച്ചത് എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വ്യാപകമായിട്ടുണ്ട്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. ഡോക്ടർമാർ, അതുപോലെ തന്നെ ഉന്നത ബിരുദമുള്ള ആളുകൾ, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ, കലാപ്രതിഭകൾ, കലാകാരന്മാർ ഒക്കെ തന്നെ ലഹരി ഉപയോഗിച്ച് ലഹരിയുടെ ബ്രാൻഡ് അംബാസിഡർമാരായി വാണുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. ഓരോരുത്തരെയായി പൊക്കിയിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ ചരക്കിൻ്റെ ഒഴുക്ക് തടയാൻ ഓപ്പറേഷൻ തൂഫാന് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ ഇപ്പോൾ മൗനമായി സ്ലീപ്പിംഗ് സെല്ലിൽ ഒളിച്ച് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഒരല്പം പമ്മിയും പതുങ്ങിയുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന വിമർശനവുമുണ്ട്. പക്ഷേ സത്യസന്ധമായും പറയട്ടെ, ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റിൻ്റെ കരുത്തോടുകൂടി വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കുട്ടികളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉറപ്പായും ഓരോരുത്തർക്കും ഉണ്ടാകണം.